Analysis of variance for Anova. I'm Dr. Prashant Devi, St. Aloysius College, Trichy. Analysis of variance may be defined as a technique which analyzes the variance of two or more comparable series or samples for determining the significance of difference in their arithmetic mean and for determining whether different samples and study are drawn from same population or not with help of the statistical technique called F-test. Analysis of variance എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക്കൽ ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. Analyze the variance of the two or more comparable series. രണ്ടിലധികമോ two or more comparable series ഉണ്ടായിരിക്കും or samples ഉണ്ടായിരിക്കും. അതിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്. അതായത് അരിത്തമെറ്റിക് മീൻ ഉണ്ടല്ലോ, അരിത്തമെറ്റിക് മീനിൽ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, അനാലിസിസ് ഓഫ് വേരിയൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെദർ ദ ഡിഫറൻസ് സാമ്പിൾസ് അണ്ടർ സ്റ്റഡി ആർ ഡ്രോൺ സെയിം പോപ്പുലേഷൻ ഓർ നോട്ട്, ഒരു സെയിം പോപ്പുലേഷൻ ആണോ അല്ലയോ, വിത്ത് ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിക്കൽ ടെക്നിക്സ് ആണ് പറയുന്നത്. എഫ് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. For in this analysis of variance, we make study about the variance of two or more series and compare. രണ്ട് അതിലേക്ക് സീരീസ് എടുക്കാം, നമുക്ക് സ്റ്റഡി നടത്താം. അത് നമ്മൾ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അതായത് കമ്പയർ എന്താണ്, അരിത്തമെറ്റിക്കൽ മീനിൽ ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. The second, the aim of analysis is to determine whether the mean of different sample different significantly or not. അതായത് ഈ സാമ്പിൾസിന്റെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ, മീനിൽ whether the means of the different samples significantly different ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. The samples belong same population having same variance or not. ഒരു സെയിം പോപ്പുലേഷൻ എടുക്കുമ്പോൾ സെയിം വേരിയൻസ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് Anova ഉപയോഗിക്കാം. സ്റ്റാറ്റിക്കൽ ടെക്നിക്സ് അപ്ലൈഡ്, നമ്മൾ എഫ് ടെസ്റ്റ് അപ്ലൈഡ് ഈസ് എഫ് ടെസ്റ്റ്. നമ്മൾ എഫ് ടെസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ, പോപ്പുലേഷൻ മീൻ ഈക്വൽ ആണ് എന്നുള്ളതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തീസിസ്. അതേപോലെ തന്നെ ഓൾ ദ സാമ്പിൾസ് ബിലോങ് ടു ദ സെയിം പോപ്പുലേഷൻ ഹാവിങ് സെയിം വേരിയൻസ്. അപ്പോൾ സെയിം പോപ്പുലേഷൻ എന്നുള്ള എന്തായിരിക്കും, സെയിം വേരിയൻസ് ആയിരിക്കും അല്ലേ, സെയിം വേരിയൻസ് ആണ്. അല്ലെങ്കിൽ പോപ്പുലേഷൻ മീൻസ് ഈക്വൽ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അനാലിസിസ് ഓഫ് വേരിയൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. Then the variance ratio test, F test, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എഫ് ടെസ്റ്റ് സ്റ്റാറ്റിക്കൽ ടെസ്റ്റ് അപ്ലൈഡ് ഇൻ അനാലിസിസ് ഓഫ് വേരിയൻസ് ഈസ് എഫ് ടെസ്റ്റ്. അനാലിസിസ് ഓഫ് വേരിയൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിക്കൽ ടെസ്റ്റ് ആണ് എഫ് ടെസ്റ്റ്. ഈ ഇതിൻ്റെ ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ ഈസ് സാമ്പിൾ മീൻസ് ഈക്വൽ ഓർ സാമ്പിൾ ബിലോങ് പോപ്പുലേഷൻ വിത്ത് ദ സെയിം വേരിയൻസ്. സാമ്പിൾ മീൻ ഈക്വൽ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ the population with the same variance ആണ് എന്നുള്ളതാണ്. സാമ്പിൾ ബിലോങ് ടു ദ പോപ്പുലേഷൻ with the same variance ആണ് എന്നുള്ളതാണ് നമ്മുടെ null hypothesis. The test statistics is F, which is not ratio between variance അല്ലേ. നമ്മൾ ടെസ്റ്റ് നമ്മൾ ഒരു റേഷ്യോ കണ്ടുപിടിച്ചു നമ്മൾ അല്ലേ, ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പോൾ എഫ് ടെസ്റ്റ് റേഷ്യോ ബിറ്റ്വീൻ വേരിയൻസ് ആണ് ഉപയോഗിക്കുക. ഇഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് is less than the corresponding table value of f, we accept the null hypothesis. നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ടേബിൾ വാല്യൂ കുറവാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, null hypothesis നമ്മൾ റിജക്ട് ചെയ്യും. In that case, we conclude that samples do not differ significantly or both samples belonging to the population with same variance. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞത്, do not significantly difference അല്ല, that is not significant difference between the mean value of the population to population. That both the samples belong to the population with the same variance ആണ് നമുക്ക് പറയാം. ഇനി അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അനാലിസിസ് ഓഫ് വേരിയൻസിൽ population from which sample have been drawn are normally distributed. നമ്മൾ പറയുന്നതാണ് ഇവിടെ, അതാണ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയുന്നത്. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. Population from which samples don't have same variance ആയിരിക്കും. Population from samples that don't have same variance. The observation in the sample are randomly selected the population. Observation എന്ത് ചെയ്യുക, സാമ്പിൾ എന്ത് ചെയ്യുക, റാൻഡം സെലക്ട് ചെയ്യുക, പോപ്പുലേഷൻ റാൻഡംലി സെലക്ട് ആയിരിക്കും.
observations are non-correlated, correlated random variables. Then any observation is sum of the effect of the factors influencing others. Any observation is the sum of effect of the factors influencing it. The last, the random errors are normally distributed with the mean 0 and common variance standard deviation square. The random errors are normally distributed with the mean 0 and a common variance is deviation square. Then, what are the characteristics of Anova? It makes statistical analysis of variance two or more samples. അല്ലേ നമ്മൾ പറഞ്ഞു അല്ലേ രണ്ടോ അതിലധികമോ സാമ്പിൾസിനെ നമുക്ക് അനാലിസ് ചെയ്യാനാണ്. It tests whether the difference in the mean of different samples is due chance or due to any significant cause. Test ചെയ്യാണ് whether the difference in mean വ്യത്യാസം ഉണ്ടോ നോക്കുകയാണ് അല്ലേ, or difference in sample due to chance or significant cause. Third, it uses statistical test called F test finding appropriate variance ratio. Appropriate variance ratio കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, സ്റ്റാറ്റിക്കൽ ടെസ്റ്റ് ആയിട്ടുള്ള F ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. Then ഇനി നമ്മൾ പറയുന്നത് വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്നാണ് പറയുന്നത്. In one way classification, observations are classified into groups on the basis of single criterion. One way classification ആകുമ്പോൾ ഒബ്സർവേഷൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക ഒരു ഒറ്റ ക്രൈറ്റീരിയൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സിംഗിൾ ക്രൈറ്റീരിയൻ. ഫോർ എക്സാമ്പിൾ പർപ്പസ്, സപ്പോസ് വി വാണ്ട് ടു സ്റ്റഡി ഈൽഡ് ഓഫ് ക്രോപ്പ്. നമുക്കറിയണം വി വാണ്ട് ടു സ്റ്റഡി ദ ഈൽഡ് ഓഫ് ക്രോപ്പ് നമുക്കറിയണമെന്ന് വിചാരിക്കാം. സ്റ്റഡി ഈസ് മെയ്ഡ് റെസ്പെക്ട് എഫക്റ്റ് ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിൾ ആയിരിക്കും നമ്മൾ നോക്കുക, അതായത് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞൊരു വേരിയബിളാണ് നമ്മൾ എടുക്കുന്നത്. So here we apply different kinds of fertilizers on different paddy fields and try to find difference in the effect of the different kind of fertilizers on yield. Different fertilizers നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് paddy field ൽ, and try to find out the difference in the effect of this kind of fertilizers ഉപയോഗിക്കുമ്പോൾ yield difference ഉണ്ടോ. So we get K samples, each of them drawn from different population. നമുക്ക് എന്ത് ചെയ്യാം, we get K sample ആണ് ഉപയോഗിക്കുക. We get case samples, each of drawn from different populations നമ്മൾ എടുക്കുക അല്ലേ. These different populations are paddy field where different fertilizers are applied. അപ്പോൾ ഡിഫറെൻറ്റ് പോപ്പുലേഷനുള്ള പാഡി ഫീൽഡിൽ ഇവരുണ്ട് ഡിഫറെൻറ്റ് ഫെർട്ടിലൈസേഴ്സ് ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. Here the only one variable is the effect of fertilizers on yield. അപ്പോൾ ഇത് only one variable ആണ്, is the effect of the fertilizers on yield. എത്ര ഫെർട്ടിലൈസർ നമ്മൾ നോക്കുന്നുണ്ട്, only one variable is the effect of the fertilizers on yield. അപ്പോൾ ഡാറ്റ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സിംഗിൾ ക്രൈറ്റീരിയ. നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്രൈറ്റീരിയ മാത്രമേ നോക്കുള്ളൂ, ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഇവറ്റ ഫെർട്ടിലൈസർ മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുക വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്, വൺ വേ അനോവ എന്ന് പറയുന്നത്. So one way classification, we have K samples. Each sample contain observation collected from different population. അല്ലേ, each sample contain observation collected from different population ആണ്. പല ഫീൽഡുകളില്ല, അപ്പോൾ പല ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ each sample contain observation collected different population where each sample contain observation collected from different population where different fertilizers are applied. ഈ ഓരോ സാമ്പിളിലും ഒബ്സർവേഷൻ കളക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഡിഫറെൻറ്റ് പോപ്പുലേഷൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തായിരിക്കും, വേർ ഡിഫറെൻറ്റ് ഫെർട്ടിലൈസേഴ്സ്, പലതരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ് എടുക്കുന്നത്. അത് നമ്മൾ എന്ത് പറയും, അതുകൊണ്ടാണ് നമ്മൾ പറയുക വൺ വേ അനോവ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒബ്സർവേഷൻ ബിലോങ്ങിങ് ടു കളക്ട് ഡാറ്റ ഹാവ് ബീൻ ത്രീ കമ്പോണൻസ്, നെയിംലി ജനറൽ എഫക്റ്റ്, എഫക്റ്റ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് എഫക്റ്റ് ഓഫ് അൺനോൺ ഫാക്ടേഴ്സ്. അപ്പോൾ ഓരോന്നിനും എന്തായിരിക്കും, മൂന്ന് കാര്യങ്ങളായിരിക്കും ഇവിടെ വരിക. എനി ഒബ്സർവേഷൻ ബിലോങ്ങിങ് ടു ദ കളക്റ്റഡ് ഡാറ്റ ഹാസ് ത്രീ കമ്പോണൻസ്, മൂന്ന് കമ്പോണന്റ് ഉണ്ടായിരിക്കും. ഒന്ന് അതിൻ്റെ നെയിം പറയാൻ മതി, അതിൻ്റെ ജനറൽ എഫക്റ്റ് എന്ന് പറയാം അല്ലേ. രണ്ടാമത്തെ എഫക്റ്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നു, എഫക്റ്റ് ഓഫ് അൺനോൺ ഫാക്ടേഴ്സ്, അൺനോൺ ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ മൂന്ന് ഫാക്ടർ എന്ത് ചെയ്യുക, ഒന്ന് ജനറൽ എഫക്റ്റ്, എഫക്റ്റ് ഓഫ് the fertilizer, effect of unknown factors. Then next we discuss about the two-way classification of data. Two-way classification of data.
In two-way classification of data, observations are classified into group on the basis of the two criteria. ഇവിടെ രണ്ട് ക്ലാസ്സസ് ആയിട്ട് രണ്ട് ക്രൈറ്റീരിയ ഉപയോഗിക്കും നമ്മൾ. അങ്ങനെയാണ് എന്നിട്ട് ഒബ്സർവേഷൻ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസിഫൈഡ് ചെയ്യും ഓൺ ദ ബേസിസ് ഓഫ് ദ ടു ക്രൈറ്റീരിയ. രണ്ട് ക്രൈറ്റീരിയ ആയിരിക്കും നമ്മളോട് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയാം, സപ്പോസ് വി വാണ്ട് ടു സ്റ്റഡി ദ ഈൽഡ് ഓഫ് ക്രോപ്പ്. ക്രോപ്പ് തന്നെ എടുക്കാം അല്ലേ. സ്റ്റഡി വി ക്യാൻ മെയ്ഡ് വിത്ത് റെസ്പെക്ട് ടു എഫക്റ്റ് ഓഫ് ടു വേരിയബിൾസ്. നമ്മൾ നേരത്തെ എടുത്തപ്പോഴാണ് ഒരു വേരിയബിൾ അല്ല എടുത്തത്, വൺ വേരിയബിൾ. ഇവിടെ രണ്ടെണ്ണം എടുത്തു. ഒന്ന് ഫെർട്ടിലൈസറും സീഡും തമ്മിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ. അപ്പൊ എന്ത് ചെയ്യുക, രണ്ട് ക്രൈറ്റീരിയ വന്നില്ല ഇവിടെ, ഫെർട്ടിലൈസറും സീഡെന്നും പറഞ്ഞിട്ട്. ഹിയർ വി അപ്ലൈ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സീഡ്സ് ഓൺ ഡിഫറെന്റ് പാഡി ഫീൽഡ് അല്ലെ. ഡിഫറെന്റ് പാഡി ഫീൽഡ്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കും, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സീഡ് ഉപയോഗിക്കും പാഡി ഫീൽഡ്. Try to find out the difference on the effect of these different fertilizers and different seeds on the yield. അപ്പോൾ നമ്മൾ നോക്കുന്നതാണ് ഈ ഫെർട്ടിലൈസേഴ്സും ഡിഫറെൻറ്റ് സീഡും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഈൽഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, അതിൻ്റെ മീനിൽ എങ്ങനെയാണ് ഈൽഡിൽ എങ്ങനെയാണ് ഡിഫറൻഷിയേഷൻ വരുന്നത് നോക്കുന്നത്. വി ഗെറ്റ് സി കോളംസ് കിട്ടുമ്പോൾ സി എന്ന് പറയും, സി സാമ്പിൾസ് പറയും സി കോളം എന്ന് പറയാം. ദെൻ ആർ സാമ്പിൾസ് ഉണ്ട്, അതിന് നമുക്ക് പറയാം ആർ റോസ് എന്ന് പറയാം. സി കോളംസും റോസ് ആയിട്ട് എഴുതാം. സോ an observation chosen from collected data has 4 components. ഇവിടെ 4 കമ്പോണന്റ് ആണ്. namely general effect ഉണ്ടാവും, effect of fertilizer ഉണ്ടാവും, effect based on seed ഉണ്ട്, and effect of unknown factors. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ മൂന്ന് കാര്യങ്ങൾ. ഒബ്സർവേഷൻ ബിലോങ്ങിങ് ടു കളക്ട് ഡാറ്റ 3 കമ്പോണൻസ് ആണ്. ജനറൽ എഫക്റ്റ്, എഫക്റ്റ് ഓഫ് ഫെർട്ടിലൈസർ, എഫക്റ്റ് ഓഫ് അൺനോൺ ഫാക്ടേഴ്സ് അല്ലെ. ഇവിടെ 4 കമ്പോണന്റ് വന്നു. ഏതൊക്കെയാണ് കമ്പോണന്റ്? ജനറൽ എഫക്റ്റ്, എഫക്റ്റ് ഓൺ ഫെർട്ടിലൈസർ, എഫക്റ്റ് ഓഫ് ദി സീഡ്, എഫക്റ്റ് ഓഫ് അൺനോൺ ഫാക്ടേഴ്സ്. Let's discuss the type of variance. Type of variance in one-way classification: variance between samples, variance within sample, then variance about sample. അപ്പോൾ വൺ-വേ ക്ലാസിഫിക്കേഷനിൽ മൂന്ന് വേരിയൻസ് ആണ് ടൈപ്പ് നോക്കാം. ഒന്ന് വേരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾ, വേരിയൻസ് വിത്തിൻ സാമ്പിൾ, വേരിയൻസ് അബൌട്ട് സാമ്പിൾ, വേരിയൻസ് ഫോർ ഓൾ ഒബ്സർവേഷൻ ടുഗദർ ആണ് പറയുന്നത് വേരിയൻസ് അബൌട്ട് സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി two-way classification, type of variance in two-way classification: variance between sample due to column variable, between sample due to column variable, variance between sample due to row variable, variance within sample, variance about the sample. ഇപ്പോൾ 4 എണ്ണമായിരിക്കും വരുന്നത്. വേരിയൻസ് സാമ്പിൾ ഡ്യൂ ടു കോളം വേരിയബിൾ, വേരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾ ഡ്യൂ ടു റോ വേരിയബിൾ, വേരിയൻസ് വിത്തിൻ സാമ്പിൾസ്, വേരിയൻസ് അബൌട്ട് സാമ്പിൾ. അപ്പോൾ ടോട്ടൽ വേരിയൻസ് ഫോർ ഓൾ ഒബ്സർവേഷൻ ടുഗദർ, അതിന് പറയുക വേരിയൻസ് അബൌട്ട് സാമ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ദീസ് വേരിയബിൾസ് ആർ എക്സ്പ്ലെയിൻ. അപ്പോൾ വേരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾ എന്താണെന്ന് നോക്കാം. ദ വേരിയൻസ് ഈസ് നെറ്റ് റിസൾട്ട് ഓഫ് വേരിയേഷൻ ഓഫ് ദ ഡിഫറെൻറ്റ് സാമ്പിൾ മീൻസ് from mean of the means, the ground mean. The variance is the net result of the variation of the different sample means. Variance is the net result of the variation of different sample means from the mean of the mean. അതായത് ഗ്രൗണ്ട് മീൻ എന്നുള്ള ആ വേരിയേഷൻ എന്ന് നോക്കാം. The ground mean is the mean of the all the sample mean. എല്ലാ സാമ്പിൾ മീൻ്റെയും മീൻ ആയിരിക്കുന്നത് പറയുക ഗ്രൗണ്ട് മീൻ എന്ന് പറയുന്നത്. The variance within sample, this the variance is net result of the variation of the different items of sample from the respective sample means. അപ്പോൾ നമ്മൾ സാമ്പിൾ മീൻസ് എടുക്കുമല്ലോ, അതിനകത്ത് നെറ്റ് വേരിയേഷൻ ഡിഫറെൻറ്റ് സാമ്പിൾ മീനിൽ എടുക്കുന്ന ആ വേരിയേഷൻ ഗ്രൗണ്ട് മീൻ ആയിട്ട് എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, വേരിയേഷൻ വരുന്നുണ്ട് എന്നുള്ളത് അസസ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുക, വേരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ഓൾസോ കോൾഡ് റെസിഡ്യുവൽ വേരിയൻസ്. ഇതിനെ പറയുന്ന പേരാണ് റെസിഡ്യുവൽ വേരിയൻസ് എന്ന് പറയാം. വേരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾ. ദിസ് വേരിയൻസ് ഈസ് നോട്ട് റിസൾട്ട് ഓഫ് ദ വേരിയേഷൻ. ദിസ് വേരിയൻസ് ഈസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ദ വേരിയേഷൻ ഓഫ് ദ ഡിഫറെൻറ്റ് സാമ്പിൾസ് അല്ലേ. ദിസ് വേരിയൻസ് ഈസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ദ വേരിയേഷൻ ഓഫ് ഡിഫറെൻറ്റ് സാമ്പിൾസിൻ്റെ എന്താണ് വേരിയേഷൻ നെറ്റ് റിസൾട്ട് ആണ്. എന്തുമുള്ള റിസൾട്ട് ആണ്?
മീൻ ഓഫ് ദ മീൻ ഓഫ് ദ മീനിൽ ഉണ്ടാവുന്ന ഗ്രൗണ്ട് മീനിൽ ഉണ്ടാവുന്ന വേരിയേഷൻ ആണ് പറയുന്നത്. ഗ്രൗണ്ട് മീൻ മീൻസ് മീൻ ഓഫ് ദ ഓൾ സാമ്പിൾ മീനിന്റെ മീനാണ് പറയുന്നത് ഗ്രൗണ്ട് മീൻ എന്ന് പറയുന്നത്. The variance within sample, this is the net result of variation of the different items of sample and the respective sample mean. This is also called residual variance. എന്ന് പറയുന്നതാണ് residual variance എന്നാണ് പറയാം. ഇനി അടുത്ത് പറയുന്നത് variance about the sample. Variance about the sample. നമ്മൾ പറയുന്നതാണ് total variance പറയും. This refers to the variation of all items of all the samples from the mean of mean, ground mean. അപ്പോൾ നമ്മൾ വേരിയൻസ് അബൌട്ട് സാമ്പിൾ പറയുമ്പോൾ it refers to the variation of all items. നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ it refers to the variation of the all items of the all sample from mean of meanൽ വേരിയേഷൻ എത്രത്തോളം ഉണ്ട് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ടോട്ടൽ വേരിയൻസ് അല്ലെങ്കിൽ നമ്മൾ വേരിയേഷൻ അബൌട്ട് സാമ്പിൾ ഉപയോഗിക്കുന്നത് ഗ്രൗണ്ടിൽ മേൽ എത്രത്തോളം വേരിയേഷൻ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി അടുത്ത് പറഞ്ഞ വേരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾസ് ഡ്യൂ ടു കോളം വേരിയബിൾ ഡ്യൂ ടു റോ വേരിയബിൾ എന്ന് പറയും അല്ലേ, ബിറ്റ്വീൻ കോളം വേരിയബിളും റോ വേരിയബിളും. അപ്പോൾ ഇൻ ദിസ് ടു വേ അനാലിസിസ് ആണ് ഇത് വരിക. ദർ ആർ ടു വേരിയബിൾ, the effect of variable in one of the variable is inseparable from effect of the variance of other variable. We work out the variation of different sample reading observation column wise. We get variance about the sample due to column variable. Similarly, we can find the variance between the sample and due to row variable. നമ്മൾ column wise ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എന്തിനെ കാൽക്കുലേറ്റ് ചെയ്യാം, കോളം വൈസ് വേരിയബിൾസ് കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ റോ വൈസ് ആയിട്ടുള്ള വേരിയബിൾസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസിന്റെ സ്റ്റെപ്സ് നോക്കാം. നമുക്ക് the procedure for carrying out analysis of variance in one way classification. Assume that all means of samples are equal. നമ്മളിപ്പോൾ അസംഷൻ ഉണ്ടല്ലോ, എല്ലാ സാമ്പിൾ മീനും ഈക്വൽ ആണ്, അത് നോർമൽ ആണ് എന്ന് പറഞ്ഞൊരു അസംഷൻ ആണ് നമ്മൾ അനോവ തുടങ്ങുക. അപ്പോൾ അസ്യൂം ചെയ്യാം ഓൾ മീൻസ് ഓഫ് സാമ്പിൾ ഈക്വൽ, അതായത് എസ്റ്റിമേറ്റ് മീൻ എല്ലാത്തിന്റെ ഈക്വൽ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. കുറെ കോളം ഉണ്ടാവല്ലോ, ആ കോളത്തിൽ എല്ലാ മീനുകളും എന്താണ് ഈക്വൽ ആണ് എന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നിങ്ങൾ 3 കാർ വാങ്ങിച്ചു, അപ്പൊ അതിന്റെ സ്പീഡിന്റെ ആവറേജ് എന്ന് പറയുന്നത് 3 കാറിന്റെയും ഒരുപോലെയാണ് എന്ന് അസ്യൂം ചെയ്യാം. 3 കാറിന്റെയും ഒരു മീൻ തന്നെയാണ് വരിക, അതിൽ വ്യത്യാസമില്ല, ആണ് നമ്മൾ അനോവ പറയുന്നത്. അപ്പൊ ദാറ്റ് ഓൾ ദ മീൻ ഓഫ് ദ സാമ്പിൾസ് ആർ ഈക്വൽ, ദാറ്റ് എഫക്ട് ഓഫ് ഓൾ ഫാക്ടേഴ്സ് ആർ ഈക്വൽ, എല്ലാ ഫാക്ടേഴ്സും എന്താണ് എല്ലാതും ഈക്വൽ ആണ് എന്നുള്ള അതായത് അത് യാതൊരു വ്യത്യാസമില്ല, ഒരേപോലെ തന്നെയാണ് എന്നർത്ഥം. രണ്ടാമതായിട്ട് എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ദ മീൻ സ്ക്വയർ ബിറ്റ്വീൻ ദ സാമ്പിൾസ്. മീൻ സ്ക്വയർ ബിറ്റ്വീൻ സാമ്പിൾസ്, കമ്പ്യൂട്ട് ദ മീൻ സ്ക്വയർ ബിറ്റ്വീൻ ദ സാമ്പിൾസ് ബൈ MSC പറഞ്ഞാണ് MSC. ആൻഡ് മീൻ സ്ക്വയർ വിത്തിൻ ദ സാമ്പിൾ അതിന് പറയുന്നതാണ് MSE. അപ്പൊ കമ്പ്യൂട്ട് ദ മീൻ സ്ക്വയർ ബിറ്റ്വീൻ ദ സാമ്പിൾ പറഞ്ഞാണ് MSC. മീൻ സ്ക്വയർ വിത്തിൻ ദ സാമ്പിൾ പറയുന്നതാണ് MSE. For computing MSC and MSE, following calculations are made. ഇത് കാൽക്കുലേറ്റ് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് നമുക്ക്. ഫസ്റ്റ് നമ്മൾ T കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഇൻ റോസ് ആൻഡ് കോളം, റോയിലും എന്താണ് അതേപോലെ കോളത്തിൽ നിന്നിരിക്കുന്ന എല്ലാ ഒബ്സർവേഷനും കാൽക്കുലേറ്റ് ചെയ്യാം. അതിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്തതിന്റെ അതിന്റെ സമ്മ് തുക എടുക്കുക, അതാണ് പറഞ്ഞത് T എന്ന് പറഞ്ഞത്. നമ്മൾ SST കാൽക്കുലേറ്റ് ചെയ്യാം, സം സ്ക്വയർ ഓഫ് ഓൾ ഒബ്സർവേഷന്റെ സ്ക്വയർ ആകും, സം സ്ക്വയർ ഓഫ് ഓൾ ഒബ്സർവേഷൻ. SST വന്നിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷന്റെ സ്ക്വയർ എടുക്കുക, മൈനസ് T സ്ക്വയർ. T എന്താണ്, സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഇൻ റോ ആൻഡ് കോളം ഇല്ലേ, അതിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ n, അതാണ് SST എന്ന് പറഞ്ഞത്. മൂന്നാമതായിട്ട് SSC കാൽക്കുലേറ്റ് ചെയ്യാം, അതായത് സിഗ്മ x1 സ്ക്വയർ ഡിവൈഡ് ബൈ n1 പ്ലസ് സിഗ്മ x2 സ്ക്വയർ ഡിവൈഡ് ബൈ n2. അങ്ങനെ എത്ര ഇതുണ്ട് കോളുണ്ടോ അത്രത്തോളം കാൽക്കുലേറ്റ്. സിഗ്മ S3 ഉണ്ടെങ്കിൽ S3 സ്ക്വയർ ഡിവൈഡ് ബൈ n3, അങ്ങനെ എത്രത്തോളം ഉണ്ട് അത്രത്തോളം കാൽക്കുലേറ്റ് ചെയ്യാം.
അതായത് കോളം ആറ് കോളം ടോട്ടൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് കോളംസിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ n കൊണ്ട് ചെയ്യുക. അത് മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ടി സ്ക്വയർ ഡിവൈഡ് ബൈ n മൈനസ് n. ഇനി എന്ത് ചെയ്യുക? ഇനി എസ് എസ് ഇ കാൽക്കുലേറ്റ് ചെയ്യണം. എസ് എസ് ടി മൈനസ് എസ് എസ് സി, എസ് എസ് ടി മൈനസ് എസ് എസ് സി. ദെൻ കാൽക്കുലേറ്റ് എം എസ് സി. എം എസ് സി കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം എം എസ് സി നമ്മൾ പറഞ്ഞല്ലോ, മീൻ സ്ക്വയർ ബിറ്റ്വീൻ സാമ്പിൾസ്. അത് എസ് എസ് സി ഡിവൈഡ് ബൈ കെ മൈനസ് വൺ. എസ് എസ് സി ഡിവൈഡ് ബൈ കെ മൈനസ് വൺ, വേർ കെ ഈസ് ദ നമ്പർ ഓഫ് കോളം. കെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പർ ഓഫ് കോളംസിനാന്ന് പറയാം കെ എന്ന് പറയാം. കെ ഈസ് ദ നമ്പർ ഓഫ് കോളം. ദെൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്ത കാൽക്കുലേറ്റ് എം എസ് സി കാൽക്കുലേറ്റ് ചെയ്യാം. എം എസ് സി എങ്ങനെയാണ്? എസ് എസ് ഇ ഡിവൈഡഡ് ബൈ എൻ മൈനസ് കെ. എസ് എസ് സി ഡിവൈഡഡ് ബൈ എൻ മൈനസ് കെ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. then എഫ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. എം എസ് സി ഡിവൈഡ് ബൈ എം എസ് ഇ അത് കാൽക്കുലേറ്റ് ചെയ്യാം. obtain the table value of എഫ്. ടേബിൾ വാല്യൂന്റെ നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് കെ മൈനസ് വൺ എൻ മൈനസ് കെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ എടുക്കുക. ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ എഫ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ ആണ് എന്ത് ചെയ്യുക? നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇനി അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? റിജക്ട് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാമ്പിൾസ് ആർ ഈക്വൽ എന്നർത്ഥം. വി കൺക്ലൂഡ് ദാറ്റ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ സെയിം മാനർ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അനോവ ടേബിൾ ഉണ്ടാക്കണം. അപ്പൊ അനോവ ടേബിൾ പ്രസന്റ് വേരിയസ് റിസൾട്ട് ഒബ്റ്റെയിൻ ക്യാരിയിങ് ഔട്ട് ഓഫ് ദ അനാലിസിസ് ഓഫ് വേരിയൻസ് റിസൾട്ട് എടുക്കണം. സ്പെസിഫിൻ ഓഫ് അനോവ ടേബിൾ ക്ലാസിഫിക്കേഷൻസ് അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലുള്ള സ്പെസിഫിൻ വരയ്ക്കാം. അതിൽ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ, സോഴ്സ് ഓഫ് സ്ക്വയേഴ്സ്, ഡിഗ്രി ഓഫ് ഫ്രീഡം, മീൻ സ്ക്വയർ എന്നിവ കാണിക്കുക. അത് ബിറ്റ്വീൻ ദ സാമ്പിൾസ് അത് എസ് എസ് സി, ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് എസ് എസ് സി അത് കെ മൈനസ് വൺ ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ദെൻ എം എസ് സിയുടെ വാല്യൂ എഴുതാം. ദെൻ വിത്തിൻ ദ സാമ്പിൾ എഴുതാം. അത് എസ് എസ് സി ആണ്, എൻ മൈനസ് കെ ആണ്, എം എസ് ഇ എഴുതാം. ദെൻ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എസ് എസ് ടി എൻ മൈനസ് വൺ ആണ്. ജസ്റ്റ് ഫൈൻഡ് ദ എഫ് റേഷ്യോ. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കുക. ബിലോ ആർ ഗീവൺ ദ yield in kilogram per acre 5 trial plot of 4 varieties of treat. Below are given the yield in kilogram per acre of the 5 trial plot 4 varieties of treatment. നാല് തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് കൊടുക്കുന്നത്. ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് പ്ലോട്ടിന് കൊടുക്കുന്നത് 5 ട്രയൽ പ്ലോട്ടുകൾ ഉണ്ട്. അതിന് നമ്മൾ 4 വെറൈറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ക്യാരി ഔട്ട് അനാലിസിസ് ഓഫ് വേരിയൻസ് ആൻഡ് സ്റ്റേറ്റ് യുവർ കൺക്ലൂഷൻ. നമ്മളോട് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിയ എന്താണ്? പ്ലോട്ടിനല്ല പ്രത്യേകത, വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റ് അല്ലേ ഇമ്പോർട്ടൻസ് അല്ലെ? ട്രീറ്റ്മെന്റ് അല്ലേ നമ്മളിവിടെ നോക്കുന്നത്? വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പോ എന്താ പറയാ? ട്രീറ്റ്മെന്റ് നൾ ഹൈപ്പോത്തസിസ് ഫിക്സ് ചെയ്യണ്ടേ? ഇപ്പൊ നൾ ഹൈപ്പോത്തസിസ് എന്താണ്? ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് നമ്മൾ ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ ദ ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് ടു ദ പ്ലോട്ട്. അല്ലെ, പ്ലോട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈപ്പോത്തസിസ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? ഈ കൊടുക്കുന്നതിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതായിരിക്കും എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്തു തുടങ്ങാം. അപ്പൊ അതിൽ നിന്ന് നമ്മളിങ്ങനെ കോളംസ് വരയ്ക്കുക. നമുക്ക് നമ്മൾ കോളം ഉണ്ടല്ലോ, ഓൾറെഡി ഉണ്ട് നമ്മളിൽ പ്ലോട്ടുകൾ. അത് 1 2 3 4 ട്രീറ്റ്മെന്റ് 4 ഉണ്ട്. പ്ലോട്ട് 1 2 3 4 5 ഉണ്ട്. then അതിന്റെ വാല്യൂസ് ഉണ്ട് 42 50 62 34 52 48 66 68 78 70 68 52 63 then 64 70 80 94 78 82 66. അപ്പൊ നമ്മൾ പറയുന്നത് ഈ ട്രീറ്റ്മെന്റ് ഈ ഫസ്റ്റ് കോളത്തിലെ മീനും സെക്കൻഡ് കോളത്തിലെ മീനും തേർഡ് കോളത്തിലെ മീനും ഫോർത്ത് കോളത്തിലെ മീനും ആ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ഈ മീനുകളെല്ലാം തുല്യമാണ്. അതായത് ഡിഫറൻസ് ഇല്ല. ഇതെല്ലാം എന്താണ്? തുല്യമാണ് എന്നുള്ളതാണ് നമ്മുടെ അസംപ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് നോട്ട് സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ ദ ട്രീറ്റ്മെന്റ്. അതായത് ഈ 3-4 കോളങ്ങളുടെ മീനുകൾ തമ്മിൽ യാതൊരു അരിത്തമെറ്റിക് മീനുകൾ തമ്മിൽ വ്യത്യാസമില്ല. അത് തുല്യമാണ് എന്നുള്ളതാണ് നമ്മുടെ അസംപ്ഷൻ. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് അല്ലെ? അപ്പോൾ അതിന്റെ ആൾട്ടർനേറ്റീവ് എന്തായിരിക്കും? ഈ മീനുകളൊന്നും തമ്മിൽ തുല്യമല്ല എന്നുള്ളതായിരിക്കും അതിന്റെ പറയുന്നത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ പറയുന്നത്.
നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കാം കോളത്തിന്റെ ടോട്ടൽ എഴുതി വയ്ക്കുന്നതാണ്. ടോട്ടൽ 42 പ്ലസ് 50 പ്ലസ് 62 പ്ലസ് 34 പ്ലസ് 52 is equal to 240. അപ്പോൾ സിഗ്മ x1 240, then 48 66 68 78 70 അത് ടോട്ടൽ ചെയ്യാം. അപ്പോൾ സിഗ്മ x2 330, then 68 plus 52 plus 76 plus 64 plus 70 plus 70 plus 330 അല്ലേ. 80 plus 94 plus 78 plus 82 plus 66 is equal to 400. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോളം ടോട്ടൽ ആദ്യം എടുക്കുക. സിഗ്മ x1, സിഗ്മ x2, സിഗ്മ x3, സിഗ്മ x4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതാം. ഇനി നിങ്ങൾ അത് നോക്കുക എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക അല്ലേ. ഇപ്പോൾ ഇവിടെ എത്ര എണ്ണുണ്ട്? 5 പ്ലോട്ടുകളും 4 ട്രീറ്റ്മെൻറ്റാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ 5 പ്ലോട്ടുകൾ നമ്മളല്ലേ പറഞ്ഞത്, 5 പ്ലോട്ടുകളും 4 ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ 5 × 4 20. അപ്പൊ n എത്രയാണ്? 4 × 5 is equal to 20. Then k എന്ന് പറയുന്ന കോളമാണ്. അപ്പൊ എത്ര കോളം ഉണ്ട്? 1 ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത്, 4 കോളം ഉണ്ട്. അപ്പൊ k is equal to 4. അപ്പോൾ n is the total number of observation. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. എത്രയാണ്? 20. k is the number of sample. k എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾ ആണ്. is equal to 40. ടി നമ്മൾ അത് ടി കണ്ടുപിടിക്കണം അല്ലേ. ടി സം ഓഫ് ഓൾ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷൻ്റെയും കണ്ടുപിടിക്കണം. അതായത് ഇതെല്ലാത്തിനെയും കൂടി കൂട്ടാം. സ്ക്വയറുകൾ ഇതല്ല കേട്ടോ. 48 പ്ലസ് 50 പ്ലസ് 62 പ്ലസ് 34 പ്ലസ് 52 പ്ലസ് 48 പ്ലസ് 66 പ്ലസ് അങ്ങനെ എല്ലാതും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 1300 കിട്ടും. 1300. നിങ്ങൾ കോളം ഇവിടെ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഈ കോളംസ് എല്ലാം കൂടി നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതെല്ലാം കൂടി കൂട്ടാം അല്ലേ. 240, 330, 330, 400 അല്ലാണ്ട് കുട്ടിയെ കിട്ടും. എത്ര കിട്ടും? 1300 അല്ലേ. ഇപ്പോൾ ടി സ്ക്വയർ ഡിവൈഡ് ബൈ n കണ്ടുപിടിക്കാം. 1300 സ്ക്വയർ ഡിവൈഡ് ബൈ n 20 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 84,500 കിട്ടും. 84,500 കിട്ടും. ഇനി SST കാൽക്കുലേറ്റ് ചെയ്യാം. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ അല്ലേ. എല്ലാ ഒബ്സർവേഷൻ്റെ സ്ക്വയർ. അപ്പോൾ 42ൻ്റെ സ്ക്വയർ പ്ലസ് 50യുടെ സ്ക്വയർ പ്ലസ് 62ൻ്റെ സ്ക്വയർ 64ൻ്റെ സ്ക്വയർ 52ൻ്റെ സ്ക്വയർ അങ്ങനെ എല്ലാത്തിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. അതെല്ലാം കൂടി സ്ക്വയർ തമ്മിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ ടി സ്ക്വയർ ഡിവൈഡ് ബൈ n ഉണ്ടല്ലോ, 84,500, അതിൽ നിന്നായിട്ട് കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 4236 കിട്ടുന്നു. ഇനി SSC കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ്? ഇസ് ഈക്വൽ ടു സിഗ്മ x1 divided by n1 അല്ലെ. സിഗ്മ x1 സ്ക്വയർ ഡിവൈഡ് ബൈ n1 പ്ലസ് സിഗ്മ x2 സ്ക്വയർ ഡിവൈഡ് ബൈ n2 സിഗ്മ x3 സ്ക്വയർ ഡിവൈഡ് ബൈ n3 പ്ലസ് സിഗ്മ x4 സ്ക്വയർ ഡിവൈഡ് ബൈ n4 മൈനസ് d സ്ക്വയർ ഡിവൈഡ് ബൈ n. സിഗ്മ x1ന്റെ സ്ക്വയർ നമ്മൾ x1 കണ്ടുപിടിച്ചിട്ടുണ്ട്. 240ന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് 5 തന്നെയാണ് എല്ലാത്തിനും എണ്ണം. 330 ഇവിടെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 5. 330 സ്ക്വയർ ഡിവൈഡ് ബൈ 5, then 400 സ്ക്വയർ ഡിവൈഡ് ബൈ 5 മൈനസ് 84,500. അപ്പോൾ 2,580. ദെൻ ഇനി SSC കാൽക്കുലേറ്റ് ചെയ്യുക. SSTയിൽ നിന്ന് SSC കുറയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? 4,236 മൈനസ് 2,580 1656. ഇനി MSC കാൽക്കുലേറ്റ് ചെയ്യുക. SSC ഡിവൈഡ് ബൈ K മൈനസ് 1 അല്ലേ. SSC എത്രയാണ്? 2,580 ഡിവൈഡ് ബൈ K എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു ഇവിടെ ഉണ്ടായത്? 4 ട്രീറ്റ്മെന്റ് അല്ലേ പറഞ്ഞത് അല്ലേ. 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 3. ഇറ്റ്സ് ഈക്വൽ ടു 860. ഇനി MSC കാൽക്കുലേറ്റ് ചെയ്യുക. SSC ഡിവൈഡ് ബൈ n മൈനസ് K. SSC എത്രയാ? 1656 ഡിവൈഡ് ബൈ 20 മൈനസ് 4 ആണ്. അപ്പോൾ എത്ര കിട്ടി? 103.5 103.5 ആണ് നമുക്ക് MSC ആയിട്ട് കിട്ടിയത്. ഇനി നമ്മുടെ ടേബിളിലേക്ക് കിടക്കാം. ടേബിൾ ഉണ്ടാക്കാം. നമുക്ക് നമ്മളിവിടെ കൊണ്ടുവരാം. നോക്കുക നമുക്ക് സോഴ്സ് ഓഫ് വേരിയേഷൻ ബിറ്റ്വീൻ സാമ്പിൾസ് SSC 2,580, K minus 1 degree of freedom 3, MSC 860 അല്ലേ. Then within the sample SSC 1 to 656, n minus K is equal to 16, MSC 103.5. Then total area SST 4,236, n minus 1 is equal to 19. Then F calculate ചെയ്യുക. അപ്പോൾ നമുക്ക് IS ആണ് MSC അല്ലേ വരുന്നത് അല്ലേ.
MSC divided by MSE എത്രയാണ് 103.5. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ ഡിനോമിനേറ്റർ നമ്മൾ എടുത്തു. MSC ഡിവൈഡ് ബൈ എന്താണ് MSE ഹയസ്റ്റ് ഡിനോമിനേറ്റർ എടുക്കാം. 8.3 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് K-1 N-K ആണ്. അപ്പോൾ K എന്ന് വെച്ചാൽ 4 - 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 20 - 20 ആണ് N എന്ന് പറയുന്നത്. K എന്ന് പറഞ്ഞാൽ 4 എഴുതാം. 20 - 4 എന്ന് പറഞ്ഞാൽ = 16. നമ്മൾ ഇത് എന്ത് ചെയ്യുക, ഇത് N1 ആയിട്ട് എടുക്കുക. ഇതിനെ എന്തായിട്ട് എടുക്കുക, N1 ആയിട്ട് എടുക്കുക. എന്ത് ചെയ്യുക, N2 ആയിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ F ടെസ്റ്റിന്റെ വാല്യൂ നോക്കുക. ടേബിൾ വാല്യൂ ഓഫ് F ടെസ്റ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ 3 16 എന്താണെന്ന് നോക്കുക. ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കുമ്പോൾ നിങ്ങൾക്ക് 3.24 കിട്ടും. നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എത്രയാണ്, 8.3 ആണ്. അപ്പോൾ അതിനായിട്ട് കൂടുതലാണല്ലോ, ടേബിൾ വാല്യൂ കൂടുതലാണ്. കാൽക്കുലേറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുക. The calculated value of F more than table value of F, therefore the null hypothesis is rejected. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, null hypothesis നമ്മൾ റിജക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ റിജക്ട് ചെയ്ത് എന്താണ് അർത്ഥം, ട്രീറ്റ്മെന്റ് ഡു നോട്ട് ഹാവ് ദ സെയിം എഫക്ട്. ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യില്ല, സെയിം എഫക്ട് ഇല്ല, ഒരുപോലെ. ഇപ്പോൾ ഓരോ ട്രീറ്റ്മെന്റിന്റെ വ്യത്യാസം ഉണ്ട് അല്ലേ. there is a significant difference in the treatment. ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എന്തുണ്ട്, ആ പ്ലോട്ടിൽ എന്തുണ്ട്, ഡിഫറൻസ് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരേപോലെയല്ല അത് വരുന്നത്, സിഗ്നിഫിക്കൻസ് ഡിഫറെന്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതാണ് നമ്മുടെ കൺക്ലൂഷൻ ആയിട്ട് നമ്മളിവിടെ എഴുതേണ്ടത്. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം പറയുന്നത് ഫോളോയിങ് ടേബിൾ ഗീവ് ദ ഈൽഡ് ഓഫ് 3 വെറൈറ്റീസ്. 3 വെറൈറ്റീസ് ആണ് പറയുന്നത്. വെറൈറ്റീസ് ഈൽഡ് പറയുന്നുണ്ട്. ഈൽഡുകൾ വെറൈറ്റി 1, വെറൈറ്റി 2 ആൻഡ് വെറൈറ്റി 3 അല്ലേ. എത്രയൊക്കെയാണ് അതിൽ പറയുന്നത്, 30, 51, 44, then 27, 47, 35. ദെൻ എന്താ പറയുക, അപ്പോൾ വെറൈറ്റികൾ നോക്കുക. ഇത് വെറൈറ്റി നേരെ നോക്കിയാൽ മതി. അപ്പോൾ 30, 27, 42, then 2 ആണെങ്കിൽ 51, 47, 37, 48, 42, then 3 വെറൈറ്റി 3 ആണ് 44, 35, 41, 36 ആണ് അല്ലേ. അപ്പോൾ പെർഫോം ആൻ അനാലിസിസ് ഓഫ് ദ വേരിയൻസ് ഓൺ ദ ബേസ് ഓഫ് ഡാറ്റ ആണ് പെർഫോം ചെയ്യാൻ പറയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വെറൈറ്റി ആണ് നമ്മൾ നോക്കുന്നത്, വെറൈറ്റിക്കാണ് ഇവിടെ കൊടുക്കുന്നത് അല്ലേ. ഇത് കംപ്രഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ yield ഇൻ ദ 3 വെറൈറ്റീസ്. 3 വെറൈറ്റികൾ തമ്മിലാണ് എന്താ ഡിഫറൻസ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന ഡാറ്റയെ കോളം തിരിച്ച് എഴുതേണ്ടി വരും. നമുക്ക് റീറൈറ്റ് ചെയ്യാൻ, സോ ദ റൈറ്റ് ദ ഫിഗേഴ്സ് ബിലോങ് 3 വെറൈറ്റീസ് 3 കോളം. ഈ 3 എണ്ണത്തിന് ഇതുണ്ടല്ലോ, ഡ്രോ ഇട്ടുണ്ടല്ലോ, അതിനെന്ത് ചെയ്യുക, കോളം വൈസ് ആയിട്ട് തരംതിരിക്കുക. അതിനാൽ ഈ വെറൈറ്റിയിൽ ഈ വെറൈറ്റി ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ, ഇല്ലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെന്നോ നോക്കുന്നത്. നമുക്ക് ഇത് കോളം വൈസ് ആക്കുക, അല്ലെങ്കിൽ റോ വൈസ് അടക്കുന്നത്. ഇപ്പൊ കോളം വൈസ് ആക്കുകയാണെങ്കിൽ കോളം ഫസ്റ്റത്തെ വെറൈറ്റി 1 എഴുതാം, ദെൻ വെറൈറ്റി 2 എഴുതാം. വെറൈറ്റി നമ്മൾ ട്രീറ്റ്മെന്റ് എഴുതിയല്ലോ, ട്രീറ്റ്മെന്റ് 1, 2, 3, 4 എന്ന് എഴുതിയില്ലേ. അതേപോലെ വെറൈറ്റി 1, വെറൈറ്റി 2, വെറൈറ്റി 3 എന്ന് എഴുതാം. 1 എഴുതുമ്പോൾ 30, 27, 42. ദെൻ വെറൈറ്റി 2 എന്ന് എഴുതാം 51, 47, 37, 48, 42. ദെൻ വെറൈറ്റി ഇല്ല 44, 3 44, 35, 41, 36 എഴുതാം. ഇതെല്ലാം അവിടെ ആഡ് ചെയ്യാം. അപ്പോൾ 99, 225, 156 അല്ല. സിഗ്മ x1 കിട്ടി, സിഗ്മ x2 225 കിട്ടി, സിഗ്മ x3 156 കിട്ടി. ഇനി നമ്മൾ ടി കണ്ടുപിടിക്കുക. സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. 60 പ്ലസ് 27 പ്ലസ് 42 പ്ലസ് 51 പ്ലസ് 47 പ്ലസ് 37 പ്ലസ് 48 പ്ലസ് 42 പ്ലസ് 44 പ്ലസ് 35 പ്ലസ് 41 പ്ലസ് 36. അതിന്റെ സമ്മാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് 480 ആണ്. ഇനി ടി സ്ക്വയർ ഡിവൈഡ് ബൈ n കണ്ടുപിടിക്കുക. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 480 ആണ്. അതിന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. n എന്ന് പറഞ്ഞ എണ്ണം നോക്കുക. ഇവിടെ 3 ആണ്, ഇവിടെ എത്ര ഉണ്ട്, 5 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്യാം. 5 പ്ലസ് 4 9, 9 പ്ലസ് 3 12 അല്ലേ. ഇപ്പൊ 12 ആണ് വരുന്നത്. അപ്പോൾ എത്ര കിട്ടും, നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 90,200 കിട്ടി. ഇനി SST കാൽക്കുലേറ്റ് ചെയ്യുക. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് ടി സ്ക്വയർ മൈനസ് n അല്ലേ. ഇനി എല്ലാത്തിൻ്റെ സ്ക്വയർ 30 സ്ക്വയർ, 27 സ്ക്വയർ, 42 സ്ക്വയർ, എല്ലാവരുടെയും സ്ക്വയറുകൾ ആഡ് ചെയ്യാം. 51 ഈ സ്ക്വയറുകളെല്ലാം ആഡ് ചെയ്യാം.
ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ടി സ്ക്വയർ മൈനസ് എൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 578 കിട്ടും. ഇനി അതുപോലെ തന്നെ എസ് എസ് സി കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ x1 സ്ക്വയർ ഡിവൈഡ് ബൈ n1. n1 എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 ഉള്ളൂ, അപ്പോൾ 3 ആണ് എടുക്കുക. ഇവിടെ നോക്കുമ്പോൾ അതിന് 5 ഉണ്ട്, അപ്പോൾ 224 ഡിവൈഡ് ബൈ 5 ആയിരിക്കും, സ്ക്വയർ ഡിവൈഡ് 5 ആയിരിക്കും. പിന്നെ 156 സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആണ് വരുന്നത്, 4 എടുക്കുക. ദെൻ ടി സ്ക്വയർ ഡിവൈഡ് ബൈ n എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്, 9200 ആണ്. അപ്പോൾ നിങ്ങൾക്ക് 3000 കിട്ടും, അത് 276 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് എസ് എസ് സി കാൽക്കുലേറ്റ് ചെയ്യുക, എസ് എസ് ടി മൈനസ് എസ് എസ് സി ആണ്. അപ്പോൾ 578 മൈനസ് 276 ഈസ് ഈക്വൽ ടു 302. എം എസ് സി കാൽക്കുലേറ്റ് ചെയ്യുക, എസ് എസ് സി ഡിവൈഡ് ബൈ കെ മൈനസ് 1 ആണ്. 3 കോളാണ് ഇവിടെ ഉള്ളത്, 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് 2 എടുക്കുന്നത്. അപ്പോൾ 138 ആണ് നമുക്ക് കിട്ടുക. ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, എം എസ് സി കാൽക്കുലേറ്റ് ചെയ്യുക, എസ് എസ് സി ഡിവൈഡ് ബൈ എൻ മൈനസ് കെ ആണ്. നമുക്ക് എത്ര കിട്ടി, എസ് എസ് സി 302 കിട്ടി, ഡിവൈഡ് ബൈ 9 ആണ് അല്ലെ. എൻ എന്ന് പറഞ്ഞ ഇവിടെ എത്ര 12 ആയിരുന്നു, കോളം 3 ആണ്. അപ്പോൾ 12 മൈനസ് 3 എന്ന് പറയുമ്പോൾ 9 ആണ്, ഇസ് ഈക്വൽ ടു 33.56 ആണ്. ഇനി നമുക്ക് അനോവ ടേബിൾ വരയ്ക്കാം. ബിറ്റ്വീൻ സാമ്പിൾസ് എസ് എസ് സി 276 ആണ്, കെ മൈനസ് 1 2 ആണ്, എം എസ് സി 138 ആണ്, 138 ആണ്. Then within samples SSC 302 ആണ്, n minus k is equal to 9 ആണ്. അപ്പോൾ MSC 33.56 ആണ്. ടോട്ടൽ SST എന്ന് പറഞ്ഞാൽ 178, n minus 1 is equal to 11 ആണ്. ഇനി നമ്മൾ എഫ് കണ്ടുപിടിക്കാം. ഹൈയസ്റ്റ് എന്താണ്, ഡിനോമിനേറ്റർ 138 അല്ലേ, ഡിവൈഡ് ബൈ SSC 33.56 ആണ്, 4.112 കിട്ടി നമുക്ക്. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുക, കെ മൈനസ് 1 n മൈനസ് കെ. അപ്പോൾ 2, 9 അല്ലേ, 2n1 2ഉം n2 9ഉം കിട്ടി. ടേബിൾ വാല്യൂ നോക്കുമ്പോൾ നമുക്ക് 4.26 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് കുറവാണല്ലോ അല്ലേ, വാല്യൂ കുറവല്ലേ. അപ്പോൾ കാൽക്കുലേറ്റ് വാല്യൂസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ ആയതുകൊണ്ട് വി ആക്സെപ്റ്റ് ദ ഹൈപ്പോത്തിസിസ് ദാറ്റ് ദി yield ഓഫ് 3 വെറൈറ്റീസ് ആർ ഈക്വൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറവാണല്ലോ, അപ്പോൾ ഈക്വൽ ആണ്, ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഈ 3 വെറൈറ്റീസ് എന്നുള്ള yield എന്തായിരിക്കും, ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ വി ആക്സെപ്റ്റ് ദ hypothesis that the yield in 3 varieties are equal എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്ത മെത്തേഡ് കോഡിംഗ് മെത്തേഡ് ആണ്. കോഡിംഗ് മെത്തേഡ് refers to the addition, multiplication, subtraction or division of data, constant or common factor. അതായത് ഒരു കോമൺ ഫാക്ടർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യും, കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഉപയോഗിച്ചിട്ട് അതിനെ ഡിഡക്ട് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ഡിവിഷൻ ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇത് കമ്പ്യൂട്ടേഷൻ ഓഫ് ദ അനാലിസിസ് ഓഫ് വേരിയൻസ്, final quantity test in this ratio, hence denominless, and original value can be coded, simplify the calculation without need for any subsequent adjustment to the result. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ലാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുക, അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഈ വലിയ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യുക, കോഡിംഗ് മെത്തേഡ് ഉപയോഗിക്കുക. അപ്പോൾ കോഡിംഗ് മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ ബോത്ത് വൺ വേ ആൻഡ് ടു വേ അനാലിസിസ്. ടു വേ അനാലിസിസ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ വൺ വേ അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാം, കോഡിംഗ് മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തൊരു പ്രോബ്ലം നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാം, ഫിഗറുകളൊക്കെ വലുതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഓരോന്നിൻ്റെയും സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കോഡിംഗ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റ് ടു ദ yield ഓഫ് 4 വെറൈറ്റീസ് ഓഫ് വീറ്റ്, ഈച്ച് on 5 plot, 5 പ്ലോട്ട് ആയിട്ടാണ് കാണിക്കുന്നത്. ഫൈൻഡ് ദർ ഈസ് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻ yield ഓഫ് 3 വെറൈറ്റീസ്. ഈ 3 വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലേ, വെറൈറ്റീസ്, ഈ വെറൈറ്റികൾ തമ്മിൽ എന്തെങ്കിലും ഈ yield എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു കോമൺ ആയിട്ട് ഇപ്പോൾ 100ന് നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാം നിൽക്കുന്നത്, 100 മുകളിൽ താഴെയിട്ട് തൊട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അപ്ലൈ ദ കോഡിംഗ് മെത്തേഡ്, സബ്സ്ട്രാക്ട്. നമ്മൾ 100 എല്ലാത്തിൽ നമ്മൾ ഇത് കുറച്ചു, 100 കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യാം, 99 മൈനസ് 100 എന്ന് പറയുമ്പോൾ -1, 101 മൈനസ് 100 എന്ന് പറയുമ്പോൾ 1 കിട്ടി. 103 മൈനസ് 100 ഈസ് ഈക്വൽ ടു 3. 99 മൈനസ് 100 ഈസ് ഈക്വൽ ടു -1. 98 മൈനസ് 100 എന്ന് പറയുമ്പോൾ -2. അതേപോലെ ഈ എല്ലാ വാല്യൂവിനെ 100 കുറച്ചിട്ടുള്ള വാല്യൂസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ x1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോളം ടോട്ടൽ എടുത്ത് എഴുതുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ 0 ആയിരിക്കും വരും ഫസ്റ്റ്. x2 ഇവിടെ നോക്കുമ്പോൾ 5 ആണ്. x3 നമ്മൾ നോക്കുമ്പോൾ 15 ആണ്. ദെൻ x4 നോക്കുമ്പോൾ 20 ആണ്. ഇനി നിങ്ങൾ ഇപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ഈ വാല്യൂസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ സം ഓഫ് ദ എല്ലാ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. അപ്പോൾ n എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ n എത്രയാണ്, n എന്ന് പറയുക, ഇവിടെ എത്രയുണ്ട്, എത്ര 4 വെറൈറ്റി ഉണ്ട്, എത്ര പ്ലോട്ട് ഉണ്ട്, 5 പ്ലോട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ 5 × 4 ആണ് n എന്ന് പറയുന്നത്. അപ്പോൾ ഈസ് ഈക്വൽ ടു 20 കിട്ടി നമുക്ക്.
ഇനി ടി എന്ന സം ഓഫ് ഓൾ ഒബ്സർവേഷൻ അപ്പോൾ -1 +1 +3 അങ്ങനെ ഈ എല്ലാ ഒബ്സർവേഷൻ ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ആഡ് ചെയ്യാം -1 +1 +3 -1 +2 അങ്ങനെ എല്ലാം കൂടി ആഡ് ചെയ്യാം അത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 40 കിട്ടും അതുകൊണ്ട് അങ്ങോട്ട് കാര്യം ചെയ്താൽ മതി ഇത് ചെയ്യാം 5 15 20 5 + 15 എത്രയാണ് 20 20 20 + എത്രയാണ് 40 അങ്ങനെ എടുത്താലും മതി എത്രയാണ് 40 എന്ന് കിട്ടുന്നത് ടി സ്ക്വയർ ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ 40 സ്ക്വയർ ഡിവൈഡ് ബൈ n എന്ന് പറഞ്ഞാൽ 20 ആണ് അപ്പോൾ 80 കിട്ടി ഇനി SST കാൽക്കുലേറ്റ് ചെയ്യുക സം ഓഫ് ഓൾ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ എല്ലാത്തിൻ്റെയും സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക -1 സ്ക്വയർ -1 സ്ക്വയർ 3 സ്ക്വയർ അങ്ങനെ എല്ലാത്തിൻ്റെയും സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക അതിൽ നിന്ന് ടി സ്ക്വയർ -n കുറയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 258 ആണ് കിട്ടുന്നത് SST then SSC ഈ കാൽക്കുലേറ്റ് ചെയ്യുക സിഗ്മ 1 സ്ക്വയർ ഡിവൈഡ് ബൈ n1 plus sigma x2 square divided by n2 plus sigma x3 square divided by n3 plus sigma x4 square divided by n4 അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക മൈനസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ n ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എത്രയാണ് 50 ആണ് കിട്ടുള്ളത് അപ്പോൾ SSC = SST - SSC ആണ് അപ്പോൾ 258 ആണ് നമ്മുടെ SSTയുടെ വാല്യൂ 50 ആണ് SSEയുടെ വാല്യൂ അപ്പോൾ =208 കിട്ടി ഇനി MSC കാൽക്കുലേറ്റ് ചെയ്യുക SSC ഡിവൈഡ് ബൈ K-1 ആണ് അപ്പോൾ 50 ഡിവൈഡ് ബൈ 4 - 1 4 കോളാണ് ഉള്ളത് അപ്പോൾ 4 - 1 എന്ന് പറയുമ്പോൾ 3 ആണ് 16.67 ആണ് ഇനി MSC നോക്കുക SSC ഡിവൈഡ് ബൈ n - K ആണ് അപ്പോൾ 20 - 4 ആണ് വരിക 208 ഡിവൈഡ് ബൈ 16 ആണ് അപ്പോൾ എത്ര കിട്ടും 13 ആണ് നിങ്ങൾക്ക് കിട്ടുക ഇനി നിങ്ങൾ അനോവ നോക്കുക ബിറ്റ്വീൻ സാമ്പിൾസ് 50 K-1 3 MSC 16.67 within sample SSC 208 n - K = 1 MSC 13 the total SST = 258 n - 1 = 19 കിട്ടി നിങ്ങൾക്ക് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാം ഇവിടെ 16 ആണ് കേട്ടോ വരിക ഇപ്പോൾ 20 - 4 എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ് ഇവിടെ 1 അല്ല 16 ആണ് ഇവിടെ എഴുതേണ്ടത് ഈ പ്ലോട്ടിലെ 16 ആണ് അപ്പോൾ 3 16 വരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എഫ് ടെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക IS MSC ആണ് അല്ലേ അപ്പോൾ MSC ഡിവൈഡ് ബൈ MSC കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ 16.67 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 1.28 കിട്ടി ഇത് ടേബിൾ വാല്യൂ നോക്കുക 5% ലെവലിൽ 3ൽ 16 നോക്കുക n1 3 എടുക്കുക n2 16 ആയിട്ട് എടുക്കുക ഡിഗ്രി ഓഫ് ഫ്രീഡം വരെ 3.24 ആണ് നിങ്ങൾക്ക് കിട്ടുക നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടേബിൾ വാല്യൂ കുറവാണ് 1.28 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഹൈപ്പോസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം കാരണം വാല്യൂസ് F is less than the table value അതുകൊണ്ട് സോ അതിനാൽ ഹൈപ്പോസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം there is no significant difference between the mean yield of these varieties അപ്പോൾ ഡിഫറൻസ് ഇല്ല അപ്പോൾ ഈക്വൽ ആണ് അല്ലേ അപ്പം സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല മീൻ yield of the 3 varieties തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തോടെ ഈ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം 45 മിനിറ്റ്സോളായി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്തെടുക്കാം 2-way analysis എടുക്കാം അപ്പോൾ താങ്ക് യു ഫോർ ദ ക്ലാസ് ഹാവ് എ നൈസ് ഡേ ഫോർ യു